وقال اركبوا فيها بسم الله مجراها ومرساها. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യാനും പഠിക്കാനും അതുപോലെ തന്നെ രക്ഷിതാക്കളായ ആളുകൾക്ക് മക്കളെ പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് ഈ ക്ലാസ് കേൾക്കുന്നതിലൂടെ നമുക്കതിനൊക്കെ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ സിമ്പിളായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال اركبوا فيها بسم الله مجراها ومرساها. ഈ ആയത്തിനൊരു പ്രത്യേകതയുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇമാനത്ത് ഓതുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ ഇമാനത്ത് ചെയ്യേണ്ട ഒരേ ഒരു ആയത്ത് അത് സൂറത്തുൽ ഹൂദിലെ 41-ാമത്തെ ഈ ഒരു ആയത്താണ്. ഇമാനത്ത് എന്ന് പറഞ്ഞാൽ യകാരം കൊണ്ട്. അറബിയിൽ എന്തില്ല? യകാരം എന്നൊരു സംഗതി ഇല്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും നമ്മുടെ മക്കളെ പേരൊക്കെ ഇടുന്ന സമയത്ത് യകാരം കൊണ്ട് പേന കണ്ട് ഇതൊരു പേ ഇങ്ങനെ എന്തില്ല, അല്ലെങ്കിൽ പോയി ഈ എന്നുള്ള പേ ഈ രൂപത്തിൽ എന്തില്ല, അറബി വാക്കുകളില്ല. പക്ഷെ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് യകാരം കൊണ്ട് ഓതേണ്ട. മജിറാഹ എന്നല്ല ഓതേണ്ട. മജിരേഹ വമുർസാഹ. അപ്പോൾ ഈ ഒരു അതെന്താ, നമ്മുടെ ഇമാമികൾ അങ്ങനെയാണ് ഓതി നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ ഓതുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വഖാല ഇർകബൂ ഫീഹാ ബിസ്മില്ലാഹി മജ്രാഹാ വമുർസാഹാ. പേരിൻ്റെ വിഷയം പറഞ്ഞത്, പലരും പേരിടുമ്പോൾ ഈ ചെരിഞ്ഞ രൂപത്തിലുള്ള പേരുകൾ. അപ്പം അങ്ങനെ ഒരു പേര് അറബിയിലില്ല. പേരിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ല പേര് അറബിയിലുള്ള പേരായിരിക്കലാണ്. അതും മഹാന്മാരെ, അമ്പിയാക്കളെ, സ്വഹാബികളെ, അങ്ങനെ തുടങ്ങിയ മഹത്തുക്കളായ ആളുകളുടെ പേരിടുക. അപ്പോൾ അതിൽ തന്നെ അറബി പേരാവുക, അതാണ് ഏറ്റവും നല്ലത്. ഇനി ഉറുദുവിലുണ്ടാവും ഒരു ഏകാരങ്ങളുള്ള വാക്കുകളൊക്കെ ഉണ്ടാവും, അതിനൊന്നും കുഴപ്പമില്ല. നല്ലത് ഇങ്ങനെ ഇടണം. അപ്പോൾ നമ്മൾ ഈ ഏകാരം വെച്ചുകൊണ്ട് പിന്നെ പേരിട്ടിട്ട് അതിൻ്റെ പേരിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യണ്ട, അറബിയിൽ നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഏതായാലും وقال اركبوا فيها بسم الله مجراها ومرساها إن ربي لغفور رحيم. ഇന്ന ശദ്ദുള്ള നൂന് മീമ്, അത് ഒന്ന് എവിടെ കണ്ടാലും ഏത് സ്ഥലത്തായാലും 2-3 സ്ഥലത്ത് അടുപ്പിച്ച് വന്നാലും അവിടെയൊക്കെ നമ്മൾ മണിക്കണം. ഒരു സ്ഥലത്ത് മണിച്ച് പിന്നെ മണിക്കാക്കാൻ പറ്റൂല. എല്ലാ സ്ഥലവും ഒരുപോലെ. ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം. തൻവീനിന്റെ ശേഷം ഇവിടെ റാ ആണ് വന്നിട്ടുള്ളത്. ലഗഫൂറുൻ എന്ന തൻവീന്, അതിന് ശേഷം ലാമോ റാ വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക. ഇങ്ങനെ ലഗഫൂറുർ റഹീം, ഗഫൂറുർ റഹീം, ഗഫൂറുൻ റഹീം എന്ന് പറയരുത്. നേരെ ഓദ്യം ഗഫൂറുർ ലഗഫൂറുർ റഹീം, ലഗഫൂറുർ ലഗഫൂറുർ റാ പറയുമ്പോൾ എന്ത് ചെയ്യണം, വായ നിറച്ച് പറയണം. ലഗഫൂറുർ റഹീം. ഇന്ന റബ്ബിയല്ല റ. ഇന്ന റബ്ബി റോ എന്നുമല്ല, റോസ് അതല്ല.
ഇത് റോ റോ വായ നിറഞ്ഞു വരും. അതാണ് തഫ്ഖീം എന്ന് പറയാം. തർക്കീക്ക് ചെയ്യേണ്ട കനം കുറച്ചുകൊണ്ട് പറയേണ്ട സ്ഥലങ്ങളുണ്ട്. റോയിന് കസിർ വന്നാൽ സാധാരണ ബ ബി ബു എന്ന് പറയുന്നത് പോലെ റോ റൈ റു എന്ന് പറയുന്നത് അറബിയിൽ റോ രി റു ഇതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എഴുതുമ്പോൾ റിജാലുൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വായിക്കണം എങ്ങനെയാണ്? റിജാലുൻ, റിജാൽ. അതുപോലെ തന്നെയാണ് റാഇന് സുക്കൂന് മുമ്പ് കസിർ വന്നാൽ തർക്കീക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോന്നിങ്ങനെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഖുർആൻ കേട്ടാൽ പോരാ, ഖുർആനിലേക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുക അല്ലെങ്കിൽ ഖുർആനിലേക്ക് നോക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഖുർആൻ കയ്യിലില്ലാത്ത ആളുകൾ എന്ത് ചെയ്യാം, സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ക്ലാസ് കേൾക്കണം. അപ്പോൾ കണ്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ട് സംഗതി എന്താണെന്ന് അത് തിരിയണം. അപ്പോൾ തിരിയുമ്പോൾ നമ്മൾ ഇപ്പോൾ തിരിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഓർമ്മയിലുണ്ടാവില്ല. അപ്പോൾ അതിനാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ക്ലാസ് കേൾക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലാസ് കേൾക്കുമ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ പതിയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ഹിഫ്ള്, ഓർമ്മശക്തി, ബുദ്ധിശക്തി അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. ഒന്ന് സെർച്ച് ചെയ്യുക, താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ വാട്സപ്പിൽ ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് ലഭിക്കാൻ, പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്കുള്ള പിന്നെ നമ്മുടെ ചാനൽ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, പിന്നെ മെസ്സേജ് അയച്ചാൽ മതി. അയക്കാൻ അറിയാത്തവർ കുട്ടികളെ കൊണ്ടൊന്ന് മെസ്സേജ് അയപ്പിക്കുക. അപ്പോൾ അതിലേക്ക് കൃത്യമായിട്ട് നമ്മുടെ ഓരോ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ തുടക്കം മുതലുള്ള ക്ലാസ് നോക്കിയിട്ട് കിട്ടാത്ത ആളുകൾ എന്ത് ചെയ്യുക, ക്ലാസ് നമ്പർ, നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ നമ്പർ 109-ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ 1-ാമത്തെ ക്ലാസ് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. ഇപ്പോൾ ഏത് പഠിക്കാൻ കഴിയാത്ത ആളുകൾക്കും പിന്നെ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഏതെങ്കിലും പറഞ്ഞ വിഷയങ്ങൾ പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. അപ്പോൾ അത് എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ മുമ്പുള്ള ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പിന്നെ കുറച്ചൊന്ന് ഓതിപ്പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ ഭാഗം പിന്നെ പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി ഇങ്ങനെ ഓതിപ്പോവാണ്. നമ്മുടെ ക്ലാസ് 2-3 പ്രാവശ്യം ഖത്മ് തീരുന്ന രൂപത്തിലുള്ള ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഓതും, പിന്നെ ഒന്ന് ആവർത്തിക്കും, പിന്നെ അവസാന ഭാഗത്ത് ഒന്നുകൂടി ഓതും. ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ രൂപം. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് എത്ര പ്രാവശ്യം ഓതാൻ കഴിയും അത്രയും പ്രാവശ്യം നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ക്ലാസ് എന്ന് തീർന്നാലും അന്ന് നമുക്ക് അത്രയും ഖത്മുകൾ നമുക്ക് മനോഹരമായിട്ട് തീർക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനോഹരമായിട്ട് നല്ല ഇഖ്ലാസോടുകൂടെ നല്ല നിയ്യത്തോടുകൂടെ ക്ലാസ് എടുക്കാനും കേൾക്കാനും പഠിക്കാനും പാരായണം ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. وقال اركبوا فيها بسم الله مجراها ومرساها إن ربي لغفور رحيم وهي تجري بهم في موج كالجبال. കഴിഞ്ഞിട്ട് ഹംസത്തുൽ വസിലാണ്. ഹംസത്തുൽ വസിൽ കൂട്ടി വയ്ക്കുമ്പോൾ കാന്ന് വായിക്കുക, അത് ഒഴിവാക്കിയിട്ട് വായിക്കുക. കൽ ജിബാലി വനാദ നൂഹുൻ, അവിടെ നൂഹൻ എന്ന് പറഞ്ഞ് നിർത്തരുത്. വനാദ നൂഹ് നിർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ഉണ്ടെങ്കിൽ പിന്നെ സുക്കൂൻ തന്നെ കൊടുക്കുക. സുക്കൂൻ ഇല്ലെങ്കിലും എന്ത് ചെയ്യുക, സുക്കൂൻ കൊടുക്കുക. നീട്ടാനുണ്ടെങ്കിൽ നീട്ടുക, ഇല്ലെങ്കിൽ തെൻവീൻ ഫത്ത് ഡബിൾ 2 ഫത്ത് ആണെങ്കിൽ ഫത്തോട് കൂടെ നീട്ടിയിട്ട് നിർത്തുക. ബാക്കിയുള്ളതിനൊക്കെ എന്ത് ചെയ്യുക, ഹാത്താഗ് സുക്കൂനുള്ള ഹ ആക്കി കൊടുക്കുകയും ചെയ്യുക. ഹാത്താ ആണ് വരുന്നതെങ്കിൽ സുക്കൂനുള്ള ഹ ആക്കി കൊടുക്കുക, സുക്കൂൻ കൊടുത്തുകൊണ്ട് നിർത്തുക. തെൻവീൻ ഫത്തവും നീട്ടാനുള്ള സ്ഥലമാണെങ്കിൽ നീട്ടുക, ബാക്കിയുള്ളതിനൊക്കെ സുക്കൂൻ കൊടുക്കുക. അപ്പം നൂഹൻ എന്ന് നൂഹ്
അവിടെ നിർത്തുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവസാനം തൊട്ട് മുമ്പുള്ളതിൻ്റെ പിന്നെ അവസാനത്തെ അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പ്. ഇപ്പം നിർത്തിയപ്പോൾ അവസാന അക്ഷരം ഏതാ? നൂഹ്, ഹ ആണ്. നൂഹ് എന്ന് പറയുന്നത് ഹ ആണ്. ഹും ഹും വ്യത്യാസമുണ്ട്. ഹ ഹി ഹു, ഹ ഹി ഹു, ഹ ഹ ഹ ല റഹ്മാനിർ റഹീം. അപ്പം ഹ ആണ്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം വാവാണ്. വാവ് നീട്ടാനുള്ള അക്ഷരമാണ്. നീട്ടാനുള്ള അക്ഷരം അലിഫ് യാ വാവ്. നീട്ടാനുള്ള അക്ഷരം വന്നാൽ ഫത്തും കസറും എന്നല്ലാത്ത നീട്ടാൻ വേണ്ടി വന്ന അക്ഷരങ്ങളുണ്ടല്ലോ, അതാണ് നീട്ടാനുള്ള അക്ഷരങ്ങൾ അലിഫ് യാ വാവ്. അപ്പോൾ നീട്ടാൻ വന്നാൽ തൊട്ട് മുമ്പ് നീട്ടാൻ വന്നാൽ എന്ത് ചെയ്യണം? അവിടെ നിർത്തുമ്പോൾ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. നൂഹ് ഒന്നുകൂടി നീട്ടാം. അവിടെ നിർത്തുന്നില്ല എങ്കിൽ വനാദാ നൂഹുൻ ഇബ്നഹ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വനാദാ നൂഹുൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വനാദാ നൂഹുൻ എന്ന തൻവീന് ശേഷം ഹംസത്തുൽ വസ്ല് സുക്കൂൻ വന്നു. ഇങ്ങനെയുള്ള സ്ഥലത്ത് നൂഹുൻ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ കൂട്ടി വയ്ക്കുക. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്. ഇതാണ് കൺഫ്യൂഷനുള്ള സ്ഥലം. അപ്പം എന്ത് ചെയ്യണം? അവിടെ ഒരു നൂന് കൊടുക്കണം. ഒരു നൂന് കെസറാക്കാൻ നൂഹുൻ എന്ന് പറഞ്ഞല്ല, അതിന് കെസർ കൊടുത്തുകൊണ്ട് പറയാം. മഅ്സിലിൻ എന്നാണുള്ളത്. തൻവീൻ കസറാണ്. തൻവീൻ കസർ നിർത്തേണ്ടത് സുക്കൂൻ കൊടുത്തിട്ട്. ഫീ മഅ്സിൽ യാ ബുനയ്യർ കം മഅന യാ ബുനയ്യർ റാഇന് സുക്കൂന്. അതിൻ്റെ അടിയിൽ വസ്ല് ഹംസത്തുൽ വസ്ല് കൂട്ടൂല. യാ ബുനയ്യർ കം മഅന വലാ തകും മഅൽ കാഫിരീൻ. കാഫിരീന എന്നാണുള്ളത്. നൂന് സുക്കൂന് തൊട്ടുമുമ്പ് യാ നീട്ടാൻ വന്നു. അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ആ നീട്ടുന്നതിൻ്റെ പേരാണ് മദ് ആരിദ്. വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽജിബാൽ في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين قال سآوي إلى جبل. ഇവിടെ മഅൽ കാഫിരീൻ അവിടെ എന്താ? അലിഫുണ്ട്. ഹംസത്തുൽ വസ്ൽ ഒഴിവാക്കി ലാമിന് സുക്കൂന്. അപ്പം മഅൽ കൂട്ടി വയ്ക്കുക. മഅൽ കാഫിരീൻ قال سآوي إلى جبل يعصمني من الماء. ഹംസ സുക്കൂൻ കൊടുക്കുക. മാ എന്ന് പറയില്ല, മാ. അവിടെ അതിന് മുമ്പ് മദ്ദുണ്ട് അല്ലേ? അത് പ്രത്യേകം ശ്രദ്ധിക്കുക. قال لا عاصم اليوم من أمر الله إلا من رحم പറയരുത്. നൂനിൻ്റെ ശേഷം ലാമ് വന്നാൽ സുക്കൂണുള്ള നൂന് അല്ലെങ്കിൽ തൻവീന്. ഇവിടെ നൂനിന് സുക്കൂന ഒന്നുമില്ല, ഇപ്പം സുക്കൂനാണ്. ഇല്ലാ മൻ റഹിം വഹാല ബൈനഹുമൽ മൗജ്. ബൈനഹുമാ എന്നാണുള്ളത്. നീട്ടാനുള്ള അക്ഷരം വന്നു. ബൈനഹുമാ അലിഫ് വന്നു. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നാൽ ഉച്ചരിക്കുന്ന അക്ഷരം സുക്കൂനാണെങ്കിൽ അല്ലെങ്കിൽ ശബ്ദാണെങ്കിൽ നീട്ടുകയില്ല. ബൈനഹുമാൽ എന്ന് പറയുക. ബൈനഹുമൽ വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ. قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم من أمر الله إلا من رحم وحال بينهما الموج فكان من المغرقين وقيل يا أرض
وقيل يا أرض ابلعي ماءك وقيل يا أرض ابلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجودي وقيل بعدا للقوم الظالمين وقيل يا أرض ابلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجودي وقيل بعدا للقوم الظالمين. 45 ونادى نوح الرب ഇവിടെ തൻവീൻ ഒന്നു ശേഷമുള്ള റ ആണ്. അപ്പം നൂഹുൻ റബ്ബ എന്ന് പറയുന്നത് വനാദാ നൂഹുർ റബ്ബഹു ഫഖാല റബ്ബി നീട്ടരുത്. فقال رب إن ابني من أهلي وإن وعدك الحق وأنت أحكم الحاكمين. ونادى نوح ربه فقال رب إن ابني من أهلي وإن من أهلي അവിടെ നിർത്തിയപ്പോൾ ശ്രദ്ധിച്ചില്ല. മിൻ അഹ്ലി എന്ന് പറഞ്ഞിട്ട് നീട്ടിയിട്ടാണ് നിർത്തിയത്. കാരണം നീട്ടാനുണ്ട്. وإن وعدك അവിടെ കാഫിനെ സൂക്കും ചെയ്തു. وإن وعدك الحق وأنت أحكم الحاكمين. قال يا نوح إنه ليس من أهلك إنه عمل غير صالح എന്ന് പറഞ്ഞ് നിർത്തരുത്. സുക്കൂൻ കൊടുക്കണം. പലരും അങ്ങനെ നിർത്തുന്നുണ്ട്. എപ്പോൾ ഓതുമ്പോഴും നമുക്കറിയാലേ നമ്മൾ എവിടെയാണ് നിർത്തുന്നത് നമുക്ക് തോന്നുകയാണെങ്കിൽ അവിടെ നിർത്തുമ്പോൾ സുക്കൂൻ ചെയ്യാം. غير صالح فلا تسألني ما ليس لك به علم إني أعظك أن تكون من الجاهلين. قال يا نوح إنه ليس من أهلك إنه عمل غير صالح فلا تسألني ما ليس لك به علم ചെറിയ നിലക്ക് നീട്ടാം. ما ليس لك به علم إني أعظك أن تكون من الجاهلين. 47 ആയത്ത് قال رب إني أعوذ بك أن أسألك ما ليس لي به علم علم وإلا تغفر لي وترحمني أكن من الخاسرين. ഇവിടെ ശ്രദ്ധിക്കുക. وإلا تغفر لي എന്ന് പറയുന്നത് റാഇന് സുക്കൂന് മുമ്പ് കസർ നേരത്തെ പറഞ്ഞു. റാഇന് സുക്കൂന് മുമ്പ് കസർ വന്നാൽ തർക്കീക്ക് ചെയ്യണം, ലഘുവാക്കി പറയണം. എന്നാൽ തഫ്ഖീം ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്, അത് നമുക്ക് കാണുമ്പോൾ പറയാം. ഇവിടെ അവിടെ റാഇന് സുക്കൂന് മുമ്പ് ഫത്ഹാണ്. അവിടെ എന്ത് ചെയ്യണം? തർ എന്ന് തഫ്ഖീം ചെയ്തുകൊണ്ട് തന്നെ പറയണം. قال رب إني أعوذ بك أن أسألك ما ليس لي به علم وإلا تغفر لي وترحمني أكن من الخاسرين. 48 قيل يا نوح ഒന്ന് ഹ ആണ്, മറ്റേ ഹ ആണ്. ഇടയിലുള്ള ഹംസത്തുൽ വസ്ല് പറയൂല.
യാ നൂഹു ബിസലാമിൻ മിന്നാ. കണ്ടില്ലേ, മീമിന് ശബ്ദമുണ്ട്. കൂട്ടി വായിക്കുമ്പോൾ ബിസലാമിൻ എന്ന് പറയുന്നത് രണ്ടും കൂടി മിക്സ് ആക്കുക. തൻവീൻ്റെ ശേഷം നൗമി, നൂന് വാവ് മീമ് യാ എന്നിവ വന്നാൽ എന്ത് ചെയ്യണം? ബിസലാമിൻ മിന്നാ, ബിസലാമിൻ മിന്നാ വബറകാത്തിൻ അലൈക്. അവിടെ മീമും നൂനും മണിക്കണം. വബറകാത്തിൻ അലൈക വഅലാ ഉമമിൻ മിമ്മൻ മഅക. ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ 3 മീമുണ്ട്, 3 മീമും മണിക്കണം. 4 മീമുകൾ 5 മീമുണ്ട് ഇപ്പം അല്ലേ. വഅലാ ഉമമിൻ അവിടെ മീമുണ്ട്, അത് രണ്ടും മണിക്കണം, ശ്രദ്ധില്ല. ശേഷമുള്ളത് ശ്രദ്ധുണ്ട്, പിന്നെയുള്ളത് ശ്രദ്ധുണ്ട്, അതിന് ശേഷമുള്ളത് ശ്രദ്ധുണ്ട്. വഅല അല എന്നല്ല, അല ഐനാണ് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന്. വഅല ഉമമിൻ മിമ്മൻ മഅക وأمم سنمتعهم ثم يمسهم منا عذاب أليم قيل يا نوح اهبط بسلام منا وبركات عليك وعلى أمم ممن معك وأمم سنمتعهم ثم يمسهم منا عذاب أليم. 49-ാമത്തെ നല്ല മഴ വരുന്നുണ്ട്. اللهم اجعل صيبا نافعا اللهم اجعل صيبا نافعا اللهم اجعل صيبا نافعا. അള്ളാഹു നല്ല ഉപകാരപ്രദമായ രൂപത്തിലുള്ള മഴ നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ മഴൻ്റെ സീസണാണ്. മഴ ചില സമയങ്ങളിലൊക്കെ പ്രയാസം ഉണ്ടാക്കാറുണ്ട്. ഇത്തരം പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത നല്ല രൂപത്തിൽ നല്ല ഉപകാരപ്രദമായ മഴ അള്ളാഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നദീതീരങ്ങളിൽ, സമുദ്ര തീരങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഒന്നും കൂടി പ്രയാസം, സാധാരണഗതിയിൽ നമുക്ക് പ്രയാസം ഒന്ന് തോന്നുന്ന ഭാഗങ്ങളൊക്കെയാണ് മലപ്രദേശങ്ങളൊക്കെ. അള്ളാഹു തആല എല്ലാവർക്കും എല്ലാ നിലക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. 49 تلك من أنباء الغيب نوحيها إليك ما كنت تعلمها أنت ولا قومك من قبل هذا فاصبر إن العاقبة للمتقين تلك من أنباء الغيب نوحيها إليك ما كنت تعلمها أنت ولا قومك من قبل هذا فاصبر إن العاقبة للمتقين وإلى عاد أخاهم هودا എന്നാണ് തൻവീൻ ഫത്ഹ് നിർത്തേണ്ടത്. ഹൂദാ قال يا قوم اعبدوا الله ما لكم من إله غيره إن أنتم إلا مفترون وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره. അത് നിർത്തുന്നില്ലെങ്കിൽ മിൻ ഇലാഹിൻ ഗൈറുഹു ഇൻ അവിടെ നീട്ടണം, കാരണം ഹായിന് നീട്ടാനുണ്ട്. നിർത്താണെങ്കിൽ ഹായിന് സുഖം കൊടുക്കുക. മിൻ ഇലാഹിൻ ഗൈറുഹു ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ. 51 يا قوم لا أسألكم عليه أجرا إن أجري إلا على الذي فطرني أفلا تعقلون
يا قوم لا أسألكم عليه أجرا لا أسألكم عليه أجرا إن أجري إلا على الذي فطرني أفلا تعقلون ويا قوم استغفروا ربكم ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين ويا قوم استغفروا ربكم ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين. നല്ല സമയത്ത് മഴ പെയ്ത് നല്ല ആയത്ത് ഓതിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മഴ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ വിശുദ്ധ ഖുർആനൊക്കെ പറഞ്ഞത് ഇസ്തിഗ്ഫാർ തേടാനാണ്. അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇങ്ങനെ ഇസ്തിഗ്ഫാർ മനസ്സറിഞ്ഞുകൊണ്ട്. രണ്ട് രൂപത്തിൽ ഇസ്തിഗ്ഫാർ ഉണ്ട്. ഒന്ന് ദിക്റായിട്ട് ഇങ്ങനെ ചൊല്ലാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് ദിക്റാണ്. അതിന് നമുക്ക് എങ്ങനെ ചൊല്ലിയാലും കൂലി ഉണ്ടാവും. എങ്ങനെ ചൊല്ലിയാൽ കൂലി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ചൊല്ലുന്ന രൂപത്തിലുള്ള ഒരു നിയത്ത് നന്നായിട്ട് എന്ത് ചെയ്യുക, ചൊല്ലിയാൽ അതിന് കൂലി ഉണ്ടാവും. പിന്നെ മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചോനെ എൻ്റെ പാപങ്ങളെല്ലാം നീ പുറത്ത് തരണം, പൊരുത്തപ്പെട്ട് തരണം, നീ പുറത്ത് തരുന്നവനാണ്, നീ ഗഫൂറാണ്, നീ ഗഫാറാണ്. ആ ഒരു നിലക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് ആ എടുത്തുകൊണ്ട് പറഞ്ഞ് പടച്ച റബ്ബേ ഇനി ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യൂല, ചെയ്ത തെറ്റിനെ തൊട്ട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ആത്മാർത്ഥമായിട്ട് തൗബൻ്റെ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് തൗബ എന്നാ പറയാം. അപ്പോൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ അത് രണ്ട് രൂപത്തിൽ എങ്ങനെ ചൊല്ലിയാലും ഇസ്തിഗ്ഫാർ മനസ്സറിഞ്ഞുകൊണ്ട് കൂലി കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലുമ്പോൾ അത് കൂലി കിട്ടണം. മറ്റതും കൂലിയാണെങ്കിലും മറ്റത് നമ്മളെ തൗബ, അത് പിന്നെ ചെയ്ത ദോഷങ്ങളൊക്കെ അതിനെ തൊട്ടൊക്കെ പൊറുപ്പിക്കുക. അപ്പോൾ രണ്ട് നിലക്കും എന്ത് ചെയ്യണം, നമ്മൾ രണ്ട് നിലക്കും ചൊല്ലേണ്ടവരാണ്, ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് പറയേണ്ടവരാണ്. നമ്മൾ ദിക്ർ സാധാരണ ഖുർആൻ പാരായണം ചെയ്യുന്നു, ആ കൂട്ടത്തിൽ ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, തഹ്ലീൽ ചൊല്ലുന്നു, ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. തൗബ എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും തന്നെ ചെയ്യൂല എന്ന ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടെ ചെയ്യണം. അപ്പോൾ തൗബ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് മഴ വർഷിക്കും, മഴ നമുക്ക് നൽകും. മഴ ഇല്ലാത്ത സമയത്തൊക്കെ ഇസ്തിഗ്ഫാർ തേടാം, മഴ അധികരിച്ചാലും ഇസ്തിഗ്ഫാർ തേടാം. അങ്ങനെ ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്തിഗ്ഫാർ പിന്നെ ചൊല്ലുമ്പോൾ അപ്പോൾ അത് മഴ അധികരിച്ചാലും പ്രയാസം വരുന്ന സമയത്തൊക്കെ ഏത് കാര്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മെ പഠിപ്പിച്ചത് അതിനുള്ള ഒരു വലിയ ഒരു പരിഹാരം, ഒരു മാർഗമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. ഏത് രോഗം മാറണമെങ്കിൽ ഇസ്തിഗ്ഫാർ, വെള്ളം ലഭിക്കണമെങ്കിൽ ഇസ്തിഗ്ഫാർ, മഴ ലഭിക്കണമെങ്കിൽ ഇസ്തിഗ്ഫാർ, മഴ അധികരിച്ച് നിൽക്കണമെങ്കിൽ ഇസ്തിഗ്ഫാർ, ഇങ്ങനെ തുടങ്ങിയ ജോലി കിട്ടണമെങ്കിൽ ഇസ്തിഗ്ഫാർ, ഇങ്ങനെ ഏത് വിഷയത്തിനും ഇസ്തിഗ്ഫാർ മതി എന്ന് പരിശുദ്ധ ഖുർആനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മെ പഠിപ്പിച്ചതാണ്. അല്ലാഹു തആല നല്ല രൂപത്തിൽ മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. وَيَا قَوْمِ اسْتَغْفِرُوا رَبَّكُمْ ثُمَّ تُوبُوا
ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين قالوا يا هود ما جئتنا ببينة وما نحن بتاركي آلهتنا عن قولك وما نحن لك بمؤمنين قالوا يا هود ما جئتنا ببينات وما نحن بتاركي آلهتنا عن قولك وما نحن لك بمؤمنين إن نقول إلا اعتراك بعض آلهتنا بسوء قال إني أشهد الله واشهدوا أني بريء مما تشركون إن نقول إلا اعتراك بعض آلهتنا بسوء قال إني أشهد الله واشهدوا أني بريء مما تشركون من دونه فكيدوني جميعا ثم لا تنظرون من دونه فكيدوني جميعا ثم لا تنظرون إن شاء الله 55 വരെയാണ് ഓതിയത്. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഓതി നോക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓതിയ ഖിറാഅത്ത് അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിലേക്ക് മിസ്ലിന സവാബ് നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയതൊക്കെ അതുപോലെ തന്നെ ദുആ കൊണ്ട് വസീയത്ത് എല്ലാവരുടെയും ഹദറത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മനോഹരമായിട്ട് പാരായണം ചെയ്യണം. താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ ജോയിൻ ചെയ്യുക. കൂടുതൽ കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال اركبوا فيها بسم الله مجراها ومرساها إن ربي لغفور رحيم وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم من أمر الله إلا من رحم وحال بينهما الموج فكان من المغرقين وقيل يا أرض ابلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجود وقيل بعدا للقوم الظالمين ونادى نوح ربه فقال رب إن ابني من أهلي وإن وعدك الحق
وإن وعدك الحق وأنت أحكم الحاكمين قال يا نوح إنه ليس من أهلك إنه عمل غير صالح فلا تسألني ما ليس لك به علم إني أعظك أن تكون من الجاهلين قال رب إني أعوذ بك أن أسألك ما ليس لي به علم وإلا تغفر لي وترحمني أكن من الخاسرين قيل يا نوح اهبط بسلام منا وبركات عليك وعلى ممن معك وأمم سنمتعهم ثم يمسهم منا عذاب أليم تلك من أنباء الغيب نوحيها إليك ما كنت تعلمها أنت ولا قومك من قبل هذا فاصبر إن العاقبة للمتقين അവിടെ നിർത്തേണ്ടത് إن العاقبة للمتقين وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره إن أنتم إلا مفترون يا قوم لا أسألكم عليه أجرا إن أجري إلا على الذي فطرني أفلا تعقلون ويا قوم استغفروا ربكم ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين قالوا يا هود ما جئتنا ببينة وما نحن بتاركي آلهتنا عن قولك وما نحن لك بمؤمنين إن نقول إلا اعتراك بعض آلهتنا بسوء قال إني أشهد الله واشهدوا أني بريء مما تشركون من دونه فكيدوني جميعا ثم لا تنظرون صدق الله العلي العظيم അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. കഴിവിൻ്റെ പരമാവധി നമ്മുടെ ക്ലാസ്സുകളൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ലൈക്ക്, മറ്റു കമൻറ്റ്
കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഇൻഷാ അല്ലാഹ്. ആർക്കെങ്കിലൊക്കെ നമ്മുടെ ക്ലാസ് ഉപകരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കും. അല്ലാഹു തആല ആ നിലക്ക് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ക്ലാസ് കേൾക്കുകയാണ്, ഓതുകയാണ്. കൂടുതൽ ആളുകൾക്ക് ഉപകാരമാവുമെങ്കിൽ അതൊക്കെ നമ്മൾ ഓത്ത് പഠിക്കുകയും മറ്റുള്ളവർക്ക് എത്തിക്കുകയും അവർ മക്കൾക്ക് പഠിപ്പിച്ചു പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാം. നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് എപ്പോഴും പറയുന്ന പോലെ മദ്രസയിൽ നിന്ന് ക്ലാസ്സുകളൊക്കെ കേട്ട് പഠിച്ച് ഒക്കെ ഓതി പരിചയമുള്ള ആളുകൾ തന്നെയാണെങ്കിലും മക്കൾ പഠിക്കുന്ന മക്കളൊക്കെ തന്നെയാണെങ്കിലും അതിൻ്റെ പുറമെ നമ്മൾ ഒന്നുകൂടിയും ഒരു ക്ലാസ് ഉണ്ടാകുമ്പോൾ അതിനൊരു വല്ലാത്തൊരു മാറ്റം തന്നെ നമുക്കുണ്ടാകുമല്ലോ. ഇൻഷാ അല്ലാഹ് ആ രൂപത്തിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുക.